കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് പൽക്കാലം വായിച്ച 2-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ ഓർക്കുകയാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതെ ഇരിക്കുവാൻ പുത്രനെ ചുംബിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തതൊന്ന് ജീവിത യാത്രയിൽ ജീവിത സമയം കയറി വരുന്നത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പലപ്പോഴും പ്രാപ്തമായിരിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നത് നല്ലതാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ തങ്ങളുടെ നാട്ടിൽ നടന്ന ഒരനർത്ഥത്തെ കുറിച്ച് അവരുടെ പ്രാർത്ഥനയിൽ ചില പരാമർശിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആ സംഭവം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാവരും കരുതുക പെട്ടെന്നൊരു അനർത്ഥം ഒന്ന് ഭവിക്കാതിരിക്കട്ടെ. ഈ വാക്യം നിങ്ങൾക്ക് ഒരു കുറിവാക്യമായിരിക്കട്ടെ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാറില്ല. പലപ്പോഴും ദൈവത്തിന്റെ കോപം നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാര്യത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായതിനു ശേഷം അത് മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മൾ മുൻകൂട്ടി സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഉള്ള അനർത്ഥങ്ങളാണ് ലോകത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ തെക്കേ അമേരിക്ക രാജ്യമായ വെനസ്വേല, അവിടെ എന്തുണ്ടായി എന്ന് നിങ്ങൾ കേട്ടു? ഭൂകമ്പമുണ്ടായി. ഏതാണ്ട് 1700 പേർ ആ ഭൂകമ്പത്തിൽ മരിച്ചു. 50,000 പേരെ ഇനിയവ കണ്ടിട്ടില്ല. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് അങ്ങനെയൊന്ന് ഉണ്ടാകാതിരിക്കാൻ ദൈവം കൃപ തരട്ടെ. അതുകൊണ്ട് ഏത് കാര്യം ചെയ്താലും ഏത് വഴിക്ക് പോയാലും നമ്മുടെ കർത്താവ് യേശുവിനെയാണ് 2-ാം സങ്കീർത്തനത്തിൽ ഉദ്ദേശിക്കുന്നത്. വഴിയിൽ വെച്ച് നശിച്ചു പോയവൻ പുത്രനെ ചുംബിക്കുവിൻ. കർത്താവ് യേശുവുമായുള്ള ഒരു നല്ല സംഭാഷണം, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും ഒരു സുരക്ഷ, ഒരു സംരക്ഷണം, ഒരു സങ്കേതം ഒരുക്കുമെന്ന കാര്യത്തിന് യാതൊരുവിധമായ സംശയവുമില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. മരണമില്ലാത്ത ദൈവത്തിന്റെ വചനചിന്തയിലേക്ക് നമ്മൾ ഈ സമയം പ്രവേശിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്ഥിരമാർന്ന, താൽക്കാലികമല്ലാത്ത, തുടർച്ചയായി എന്നേക്കും നിലനിൽക്കുന്ന ഒരാശ്രയ ജീവിതമായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതം. വിശുദ്ധ ബൈബിളിൽ അതിനൊത്തിരി സാദൃശ്യ രൂപകലകാരങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നു. പലപ്പോഴും ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഒരു കൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിവഴിപ്പില്ലാത്ത, അഥവാ ഇളക്കമില്ലാത്ത, ചലനമില്ലാത്ത, വഴി മാറി പോകാൻ സാധ്യതയില്ലാത്ത, തിരിഞ്ഞ് പണ്ടത്തെ അവസ്ഥയിലേക്ക് പോകുവാൻ മാനസിക താല്പര്യമില്ലാത്ത ഒരാശ്രയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. തുടർച്ചയായിരിക്കണം, സ്ഥിരതയോടെ ആയിരിക്കണം, ശാശ്വതമായിരിക്കണം, നിത്യമായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നാട്ടിൽ ഈ വാക്കിന്, ഈ കൺസ്റ്റന്റ് എന്ന വാക്കിന് വലിയ
പ്രാധാന്യം കൽപ്പിക്കാതെയാണ് ആത്മീയ ഗുണത്തിലുള്ളവർ പോകുന്നത്. ഒരു സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തക വ്യവസ്ഥ പ്രകാരമോ അതുമായുള്ള ബന്ധത്തിലോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. ഏതെങ്കിലും ഒരു പ്രാദേശിക സഭ കൂട്ടായ്മയിൽ പോയി നിൽക്കും. അതിനുശേഷം അടുത്ത ഒരു സമയം അവിടെ നിന്ന് പോയി ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ ആയി മുന്നോട്ട് പോകും. പിന്നീട് ഒരവസരം കിട്ടിയാൽ മടങ്ങി പഴയ വിശ്വാസത്തിലേക്ക്, നല്ലതെന്ന് തോന്നിയ വിശ്വാസത്തിലേക്ക്, മായമില്ല എന്ന് തോന്നിയ വിശ്വാസത്തിലേക്ക്, ചേരുവകൾ അനുയോജ്യം അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചേർക്കപ്പെടാത്ത ഒരു നല്ല വിശ്വാസത്തിലേക്ക് പോകുവാനും സാധ്യതയുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പൽക്കാലം ഈ ഒരു വാക്യം നിങ്ങളെ ഓർപ്പിച്ചത്. ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ്, ഒരുവിധമായ വ്യതിചലനവുമില്ലാത്ത ഒരാശ്രയ ജീവിതം. അതാണ് നമുക്ക് മുന്നോട്ട് ആവശ്യമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചാൽ, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചാൽ ആ വാക്യം നമുക്ക് അറിയാം. വിവാഹവുമായുള്ള ബന്ധത്തിലേക്കാണ് അത് കൂടുതൽ സംസാരിക്കുന്നത്. കർത്താവുമായുള്ള ബന്ധത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവായി തീരും. അപ്പം കർത്താവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഏക ആത്മാവുമായി പറ്റിച്ചേർന്നാൽ മാത്രമേ ഇളക്കമില്ലാത്ത ഒരാശ്രയം ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരു കുഞ്ഞൊരിക്കലും അമ്മയുടെ പാൽ കുടിച്ച് പ്രാരംഭ ജീവിതകാലത്തെ വളർച്ച പുഷ്ടിപ്പെടുവാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമ്മയെ ആശ്രയിക്കരുത്. ഒരു മകൻ താൻ ഒരുമാതിരി പിടിച്ചു നിൽക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നത് വരെ തന്റെ അപ്പന്റെ സഹായം ആഗ്രഹിച്ച് അപ്പനെ അനുസരിച്ചാൽ കഴിയും. ഒരു കുട്ടിക്ക് തന്റെ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും അവരിലുള്ള തങ്ങളുടെ ആശ്രയം ഒരിക്കലും അഴിവില്ലാത്തതായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടെ ആയിരിക്കണം. തങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ തങ്ങളെ പരിഗണിച്ച മാതാപിതാക്കളെ പരിഗണിക്കാതെ അവഗണിച്ച് അവരെ തള്ളിക്കളയുന്ന ഒരാശ്രയ ജീവിതമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ മനുഷ്യ സമൂഹത്തിൽ കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു 10 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. ഒരു 25 വയസ്സിന് മുൻപോട്ട് പോയാൽ ഒരു 40 വയസ്സിന്റെ ഇടയിൽ ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്രയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞുപോയി മാതാപിതാക്കളെ അവഗണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നൂടെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കൺസ്റ്റന്റ്, വഴുവഴുപ്പില്ലാതെ, വളമില്ലാതെ, തിരിവില്ലാതെ, വഴുതിപ്പോകാൻ സാധ്യതയില്ലാതെ, മാറിപ്പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സ്ഥിരമായ ആശ്രയ ജീവിതമായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് കഷ്ടകാലത്ത് മാത്രമല്ല, സമ്പത്ത് കാലത്തും കർത്താവ് നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. ഉള്ളപ്പോൾ മാതാപിതാക്കള് നമ്മുടെ ആശ്രയമായിരിക്കുക മാത്രമല്ല, ഇല്ലാത്തപ്പോഴും അവർ നമ്മുടെ ആശ്രയമായി ഇരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുക. നമുക്ക് വേദപുസ്തകവുമായുള്ള ബന്ധത്തില് ഈ ചിന്തയിലേക്ക് ഒന്ന് കടന്നു പോകാം.
we are depend upon Christ for salvation. രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നതെങ്കിൽ, നമ്മൾ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നതെങ്കിൽ, ആ ആശ്രയ ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായിരിക്കണം. നമുക്ക് രക്ഷ കിട്ടിയെന്ന് വിചാരിച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടതായത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു യാഥാർത്ഥ്യമുള്ളത്. രക്ഷ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർച്ചയായി നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു മനുഷ്യൻ ഒരിക്കലായി രക്ഷിക്കപ്പെട്ടുവെങ്കിൽ അവന്റെ ജീവിതം അവിടെ വെച്ച് അവൻ മാറ്റി മറിച്ചേനെ. എന്നാൽ വേദപുസ്തക രക്ഷയുമായുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂതമായ എനിക്ക് രക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസിയാത്മിക ജീവിതം ഒരു കൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ലൈഫാണ് ആയിരിക്കണമെന്ന് നമ്മൾ പറയുക. കാരണം രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവസാനം വരെ അതിൽ നമ്മൾ തുടരേണ്ടത് അനിവാര്യമാണ്. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചാലോ? തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നാം ചെയ്ത നീതിപ്രവർത്തികൾ കൊണ്ടല്ല അവൻ നമ്മെ രക്ഷിച്ചത്, പിന്നെയോ അവന്റെ കരുണയാൽ പരിശുദ്ധാത്മാവിനാലുള്ള പുനർജനനത്തിന്റെയും നവീകരണത്തിന്റെയും കഴിവിനാൽ അത്രേ. പ്രിയ ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഒരു സേവനത്തിന്റെയും പ്രതിഫലമായിട്ടല്ല, നമ്മുടെ ഉദ്യോഗത്തിന്റെയും കാശ് കൊടുത്തിട്ടല്ല. നമ്മളോ ഒന്നും ചെയ്യാതെ ദൈവം നൽകിയെങ്കിൽ അവിടെ പറയുന്നത് അവന്റെ കരുണയാലാണ്, അവന്റെ കൃപയാലാണ്, അവന്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് we are depend upon Christ for salvation. രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവിൽ നമ്മൾ ആശ്രയിച്ചത് എന്ന അവബോധമുണ്ടെങ്കിൽ ഈ രക്ഷ ഒരിക്കലായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നതല്ല, അവസാനം വരെ. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്റെ ഈ കാലഘട്ടത്തിലെ ആത്മീയ ക്രിസ്തീയ വിശ്വാസ സ്വഭാവ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് വളർച്ച. ഒരിക്കലായിട്ട് എന്നേക്കുമുള്ള വളർച്ച ഒരു ജനനത്തിലും ജനിച്ച ഒരു മനുഷ്യനും ഒരു മൃഗവും ഒരു പക്ഷി മരങ്ങളും പ്രാപിക്കുന്നില്ല. അത് എത്രയോ കാലങ്ങളെടുത്ത് വളരണം. ഞാൻ രാവിലെ കയറി വന്ന് നോക്കിയപ്പോൾ എന്റെ സ്കൂട്ടറിൽ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, പൂച്ച ഒന്നും വന്നായിരിക്കാൻ. ആ തുണിയില് ഒരു ചെറിയ പറവയിരിക്കും. ആ തുണിയിൽ പിടിച്ചിട്ട് ഈ പറവയ്ക്ക് പറന്നു പോകാൻ പ്രയാസമാണ്. ഞാൻ അത് മരിക്കാതിരിക്കട്ടെ, അത് കൊല്ലപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് വളരെ പാടുപെട്ടെടുത്ത് ആ തുണി മാറ്റിയിട്ട് ആ സ്കൂട്ടറിന് സീറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഇരിപ്പുണ്ടോന്ന് നോക്കിയത്. അത് മരിച്ചിട്ടില്ല, ചത്തിട്ടില്ല, അത് ചെറുതാണ്. അതിന്റെ ജനനം കഴിഞ്ഞിട്ട് അധികം ദിവസമായില്ല. ആ സമയം ഒരു ഇച്ചിരി വലുതാണെങ്കിൽ ആ തുണിയിൽ പിടിച്ച് അവിടെ ഇരുന്ന് പോകത്തില്ലായിരുന്നു. അതിന്റെ വലിപ്പം കുറവുകൊണ്ടാണ്. അത് വളർന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ പറക്കും. പ്രിയ ദൈവമക്കളെ, അതൊരു പ്രോസസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമാകട്ടെ ഭൗതികം പോലെ തന്നെയാണ്. ഒരിക്കലായിട്ട് നമ്മൾ വളർന്ന് 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 വലുതായി തീരുമെങ്കിൽ
പിന്നെ ഇതിന്റെ ആവശ്യമില്ല, ഈ പള്ളിയുടെ ആവശ്യമില്ല, ക്രിസ്തീയ കൂട്ടായ്മയുടെ ആവശ്യമില്ല, ക്രിസ്തീയ ജീവിതത്തിന്റെ ആവശ്യമില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾക്കറിയാം പത്രോസ് എഴുതിയ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുകയും. പ്രിയ ദൈവമക്കളെ, എന്നാൽ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആത്മീയ മനുഷ്യരുമുണ്ട്, ജഡിക മനുഷ്യരുമുണ്ട്. എന്നാൽ ആത്മീയ മനുഷ്യനെ പോലെയും ജഡിക മനുഷ്യനെ പോലെയും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. നിങ്ങൾ ഒരിക്കൽ ജഡിക മനുഷ്യരായിരുന്നു, അവിടെ ആത്മീയ പദാർത്ഥത്തിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ പഴയ ജഡിക മനുഷ്യരല്ല, അവിടെ നിന്ന് തിരിച്ചു വന്ന ആത്മീയ മനുഷ്യരുമല്ല. ഇതിന്റെ രണ്ടിന്റെയും മധ്യേ നിൽക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കൽ എന്നേക്കുമായി വളർന്ന് ഒരു പെർഫെക്റ്റ്നെസ്സിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ വളർച്ചയുടെ പന്താവിലാണ് ഇപ്പോൾ. അന്ത്യം വരെയും ഈ വളർച്ച തുടർന്ന് മുന്നോട്ട് പോകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്, രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുവെങ്കിൽ. രണ്ടാമത്, we are dependent upon the Lord of God for spiritual growth. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മീയ പുരോഗതിക്ക് വേണ്ടി, ആത്മീയ നേട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിൽ തുടർച്ചയായി എന്ത് ചെയ്യുന്നത്? ഇളകാതെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ വിഷയം പറയാനുണ്ടായ കാരണം, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കൾക്ക് ഒഴിച്ചു നിർത്താൻ പാടില്ലാത്ത സഹായത്തിന്റെ സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് മാതാപിതാക്കൾ വേണം. എന്നാൽ അവർക്ക് ഒന്ന് നിവർന്നു നിൽക്കുവാനുള്ള പ്രായം, അതിനുള്ള പശ്ചാത്തലം വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളെ വേണ്ട. ഇത് ഏറ്റവും അധികം കേരളത്തിലാണ് തോന്നിപ്പോവുക. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏതൊരു കാര്യത്തിലും നമ്മൾ ആശ്രയിക്കുന്നത് ഇളക്കമില്ലാത്ത ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഏത് രീതിയിലും വഴിതെറ്റി പോകാവുന്ന കാലഘട്ടം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്നെ പോലെ ന്യൂസ് കണ്ടു കാണും. കേരള കർണാടക അതിർത്തി വനം വയനാട് കഴിഞ്ഞാണ്. ആ വനത്തിന്റെ അകത്ത് നിന്ന് രാത്രിയിൽ ഫോറസ്റ്റുകാരും പോലീസുകാരും ചേർന്ന് 6 പേരെ പിടിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു എന്ന് വായിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ 6 പേരും 25 വയസ്സിൽ താഴെ 15 വയസ്സിൽ മോള് പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും. കാര്യങ്ങളുടെ പോയപ്പോ അവസാനത്തിലെ കാണാനുള്ള മാതാപിതാക്കൾ പരാതി കൊടുത്തിട്ടാണ് ഈ ഒരു അന്വേഷണം വന്നത്. എവിടെയാണ് മനുഷ്യ ജീവിതം? എവിടെ പോകുക? മാതാപിതാക്കളോട് പറഞ്ഞു പോകണ്ടേ? ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ ഇന്ന വഴിക്ക് പോവുകയാണോ, ഇപ്പോഴേ വരുത്തുള്ളൂ അന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും. പ്രിയ ദൈവമക്കളെ, ഒന്നും പറയാതെ പോകുന്ന അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാതാപിതാക്കളിലാണ് മക്കളുടെ ആശ്രയമെങ്കിലും ഒരു കൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ആയിരിക്കണം. അത് ഇളക്കമില്ലാത്ത ഒരു ആശ്രയമായിരിക്കണം. വളഞ്ഞു മാറിപ്പോകാതെ, വഴുതിപ്പോകാതെ, തെന്നിപ്പോകാതെ, പറഞ്ഞു പോകാത്ത ഒരു ആശ്രയമായിരിക്കണം. ജന്മം നൽകിയ മാതാപിതാക്കളെ മരണം വരെയും മരിക്കാൻ കിടക്കുന്ന അവസരത്തിലും മറന്നു പോകാത്ത ഒരു ബന്ധത്തിനാണ് കൺസ്റ്റന്റ് ഡിപ്പെൻഡൻസി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ല പ്രായത്തിൽ നമ്മളെ തിരിപൊട്ടി
അവര് അവശരായി പ്രായം ചെന്ന് അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അവര് നമുക്ക് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ഒന്നാമത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർന്ന് പന്തലിക്കുന്ന ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത്. അതാണ് 1 പത്രോസ് 2:2 പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുകയും. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിനകത്ത് മായമില്ല. ഞാൻ നിങ്ങൾക്ക് ഇതിൽ മായം കലർത്തി തരാൻ എനിക്ക് കഴിയും. ഞാൻ മായം കലർത്തി തന്നാൽ നിങ്ങൾ സ്വീകരിക്കരുത്, കുടിക്കരുത്. വളരെ പക്ഷേ നിങ്ങളുടെ വളർച്ചയ്ക്ക് കോട്ടമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കണം, നമുക്കൊരു വിശകലനം ഉണ്ടായിരിക്കണം, നമുക്കൊരു സ്വയ തീരുമാനം ഉണ്ടായിരിക്കണം. പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വാക്യമുണ്ട്, 1 തിമോത്തിയോസ് 2:15 ഓർമ്മ ശരിയെങ്കിൽ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതിൽ മായം ചേർത്ത് ആരും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വക്രിക്കാൻ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയായി പോകരുത്, അതിലേക്ക് പോകരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ നമ്മളെ വക്രിച്ച് മാറ്റിക്കളയാൻ സാധ്യതയുണ്ട്, അങ്ങനെ വരരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ഒന്നാമത് രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇളകാത്ത ആശ്രയ ജീവിതം നയിക്കുന്നത്. രണ്ടാമത് ആത്മീയ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ് നമ്മൾ ഇളകാത്ത ആശ്രയ ജീവിതം നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും നോക്കുകയാണെങ്കിൽ, വി ആർ ഡിപ്പെൻഡ് അപ്പോൺ പ്രയർ ഫോർ സ്പിരിച്വൽ പവർ. ആത്മീയ ശക്തിക്ക് വേണ്ടി. പ്രിയ ദൈവമക്കളെ, ഈ കാലത്ത് നമുക്ക് എന്താണ് ആവശ്യം? ആത്മീയമായ ശക്തികൾ. ആമേൻ. നമ്മുടെ ഉള്ളിൽ ആത്മീയമായ ഒരു വലിയ ഊർജ്ജം വേണം. നമ്മുടെ അകം ആത്മീയമായി ജ്വലിക്കണം. നമ്മുടെ അകം ആത്മീയമായി നല്ല പ്രഭയോടെ ആയിരിക്കണം. ആരോട് സംസാരിക്കുമ്പോഴും ഒരാത്മീയ ശക്തി നമ്മളിൽ നിന്ന് വ്യാപരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ താഴോട്ട് പോയാൽ, നമ്മൾ ഇളകിപ്പോയാൽ, നമ്മൾ വഴുതിപ്പോയാൽ, നമ്മൾ തെന്നിപ്പോയാൽ നമുക്കത് ഉണ്ടാകത്തില്ല. ഒരാളോട് ഇടപെടുമ്പോൾ ആത്മീയ ശക്തിയുടെ പ്രതിധ്വനി നമ്മളിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഒരു കൺസ്റ്റന്റ് ഡിപ്പെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ഇളകിപ്പോയാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അങ്ങനെ സംഭവിക്കരുത്. മൂന്നാമത്, വി ആർ ഡിപ്പെൻഡ് അപ്പോൺ പ്രയർ ഫോർ സ്പിരിച്വൽ പവർ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. യാക്കോബ് 5:15, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇളക്കമില്ലാത്ത, ചലനമില്ലാത്ത, ചഞ്ചലിപ്പില്ലാത്ത, വഴിവഴിപ്പില്ലാത്ത, വഴുതിപ്പോകാൻ സാധ്യതയില്ലാത്ത ഒരു ആത്മീയ വിശ്വാസ ജീവിത ആശ്രയ നിലനിൽപ്പിലാണ് നമ്മളെങ്കിൽ ഇത് സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. ആമേൻ. അതുകൊണ്ട് വീട്ടിലെ പറയട്ടെ, നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങൾ ചെന്ന് ചേരുമ്പോൾ, ആ കണ്ടുമുട്ടുന്ന ചെന്ന് ചേരുന്ന സ്ഥലത്ത് ഇതേപോലെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെങ്കിൽ എന്തുണ്ടായിരിക്കണം?
we are dependent upon prayer for spiritual power. ആത്മീയമായ ശക്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് പരിശുദ്ധാത്മാവിനാലെ സംഭവിക്കും. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തികളുടെ 7-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 58-60 വരെയുള്ള വാക്യങ്ങൾ. സ്തേഫാനോസ് പ്രഭാഷണം നടത്തി. പ്രിയ ദൈവമക്കളെ, അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവന്റെ എതിരാളികൾ ആഗ്രഹിച്ച് അവനെ കല്ലെറിയുമ്പോൾ അവൻ മുറ്റിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച സ്വർഗീയ ദർശനം കണ്ടപ്പോൾ, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനെ കല്ലെറിയുവാൻ നിന്ന ആ സംഘത്തിന്റെ തലവനായി വേദ പണ്ഡിതന്മാർ സങ്കല്പിക്കപ്പെടുന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ മാനസാന്തരത്തിന്റെ പടി അവിടെ വെച്ച് കാണുകയാണ്. അവൻ ആത്മീയ ശക്തി നമുക്കുണ്ടാകും. പ്രതിഷേധത്തിന്റെ മുമ്പിൽ, പ്രതികൂലത്തിന്റെ മുമ്പിൽ നമ്മൾ ആത്മീയമായി ശക്തിയുള്ളവരായി തീരണമെന്ന് പറയുന്നു. ഒന്നാമത്, രക്ഷയ്ക്ക് വേണ്ടി ഒരു ആശ്രയ ജീവിതം, ഇളകിപ്പോകാത്ത ആശ്രയ ജീവിതം ഉണ്ടായിരിക്കണം. രണ്ടാമത്, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഇളകിപ്പോകാത്ത ഒരു ദൈവിക ആശ്രയ ജീവിതം ഉണ്ടായിരിക്കണം. മൂന്നാമത്, പ്രാർത്ഥനയിൽ ശക്തി വ്യാപരിച്ച് അത് നമുക്ക് മറ്റുള്ളവർക്കും ഗുണമായി തീരുവാൻ നമുക്ക് ആശ്രയ സ്ഥിരതയാർന്ന വഴിവെടുപ്പില്ലാത്ത ഒരു ജീവിതം ആവശ്യമാണ്. ഫൈനലി, we are dependent upon fellowship for mutual encouragement. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അന്യോന്യം പരസ്പരം സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ, സമാധാനിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, ഉത്തേജിപ്പിക്കുവാൻ കഴിയുന്ന ഒരു മ്യൂച്വൽ എൻകറേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഒരുപക്ഷെ വിശ്വാസികളെ സംബന്ധിച്ച് അത് അത്ര എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. പാസ്റ്റർമാരെയോ പട്ടക്കാരെയോ സംബന്ധിച്ച് അത് എഫക്റ്റീവാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ നീ എനിക്ക് ശിഷ്യന്മാരുടെ നാക്ക് തന്നെ. ആമേൻ. പ്രിയ ദൈവമക്കളെ, അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാളോട് നീ നശിച്ചു പോകട്ടെ എന്ന് പറയാതെ, നീ രക്ഷപ്പെടാതിരിക്കട്ടെ എന്ന് പറയാതെ, നിനക്ക് പുരോഗതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാതെ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിന്റെ ഈ കാഴ്ച മാറും, നിന്റെ ഈ വീഴ്ച മാറും, നിന്റെ പോരായ്മ മാറും, നിനക്കൊരു പുരോഗതി, നിനക്കൊരു വളർച്ച, നിനക്കൊരു ഉയർച്ച, നിനക്കൊരു നദി, നിനക്കൊരു നേട്ടം ഉണ്ടാകുമെന്ന് പറയുവാൻ, പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി we are dependent upon fellowship for mutual encouragement. കൂട്ടായ്മയ്ക്ക് വേണ്ടി, ദൈവിക കൂട്ടായ്മയ്ക്ക് വേണ്ടി, നല്ല കൂട്ടായ്മയ്ക്ക് വേണ്ടി, നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടി, നല്ല കൂടിച്ചേർന്ന് വേണ്ടി നമുക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കാം. ഒരാളുടെ തെരഞ്ഞെടുപ്പ് മോശമാണെന്ന് കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് ഈ ഒരു മ്യൂച്വൽ എൻകറേജ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. കാരണം ആ തെരഞ്ഞെടുപ്പ് മോശമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാനം നമ്മൾ കൂടെ ദുഃഖിക്കേണ്ടി വരും. എന്നാൽ നല്ലൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രോത്സാഹനം, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന, സമാധാനിപ്പിക്കുന്ന ഒരു ഉത്തേജനം കൊടുക്കുവാൻ കൂടെ നമുക്ക് കഴിയുമോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ആണ്. അത് വഴിവെഴുപ്പില്ലാത്തതാണ്, അത് വഴുതിപ്പോകാത്തതാണ്, അത് തെന്നിപ്പോകാത്തതാണ്, അത് താൽക്കാലികമല്ല, സ്ഥിരമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12-13 അധ്യായങ്ങൾ പറയുമ്പോൾ സ്നേഹമോ ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, പരസ്പരം ചെയ്യും, അല്ലെ? അവസാനം പറയുന്നു ബാക്കിയുള്ളതെല്ലാം മാറിപ്പോകും, സ്നേഹമോ എന്നതേക്ക് നിലനിൽക്കും. കർത്താവിന്റെ കാൽവരി സ്നേഹമാണ് നമ്മളെ അനന്തതയിൽ കൊണ്ട് എത്തിക്കുന്നതെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അഴിവില്ലാത്ത കർത്താവിന്റെ കാൽവരിയിലെ ആ മനോഹരമായ ആ സ്നേഹത്തിന്റെ വിലയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുമോ? അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഒരു കോൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ഒരു ആശ്രയം,
അതുകൊണ്ട് ഒരു സമയത്തേക്ക്, ഒരു കാലത്തേക്ക്, ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു മനുഷ്യനെയോ മാതാപിതാക്കളെയോ ജ്യേഷ്ഠന്മാരെയോ ജ്യേഷ്ഠത്തിമാരെയോ സുഹൃത്തുക്കളെയോ മാനുഷികമായി ആശ്രയിക്കരുത്. വേദപുസ്തക പ്രകാരം ദൈവത്തെയും അങ്ങനെ കണ്ട് ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം എങ്ങനെയുള്ളതായിരിക്കണം? ഒരു താൽക്കാലികമല്ല, പിന്നെയോ ഒരു കൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇളക്കമില്ല, ഒരിക്കലും മാറിപ്പോകാത്ത. ഒരു മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മക്കളോട് പറയേണ്ടി വരരുത്. ഒരു മക്കൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മാതാപിതാക്കളോട് പറയേണ്ടി വരരുത്. ഒരു പട്ടക്കാർക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി തന്റെ സഭയിലെ ജനങ്ങളോട് അങ്ങനെ പറയേണ്ടി വരരുത്. ഒരിക്കലും നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വരരുത്. എന്റെ മകൻ, എന്റെ മകള് എന്നിൽ വിശ്വസിച്ചിരിക്കുന്നത് ഒരു ഇളക്കമില്ലാത്ത ആശ്രയ ജീവിതം എന്നിൽ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ അനന്തരമായി ഉണ്ടാകുന്ന റിസൾട്ട് അവർണ്ണനീയമായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. I know